ഭീകരത നിറഞ്ഞൊരു അന്തരീക്ഷം നോക്കാം. പക്ഷെ കാണാൻ ഭയങ്കര രസമാണോ. ഞാൻ ഇടമലയാറ് ഡാമിലേക്ക് പോകുന്ന വഴി നിങ്ങളെ കാണിച്ചു തരാം. ഇതൊക്കെ റയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരും വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി 2-3 മിനിറ്റായിട്ട് നമുക്കൊരു വീട് പോലും കാണാൻ സാധിച്ചിട്ടില്ല. ആകെ പോകുന്ന 1-2 വണ്ടികളാണ്. പിന്നെ തമിഴ്നാട്ടിൽ തന്നെ എടുത്തിപ്പോ മട്ടം നമുക്ക് വേഗം പോവാം. ഇതിന്റെ ഉള്ളിക്കൂടെ നമ്മളിങ്ങനെ സ്കീമായിട്ട് പോകണം കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോയപ്പോൾ വലിയ കാര്യം. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ മച്ചന്മാരെ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഞാനൊരു ചെക്ക് പോസ്റ്റ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ചാനലിൽ, അതായത് നമ്മുടെ ഈ ചാനലിൽ കുറെ കാലങ്ങളായിട്ട് ഞാൻ ഒരു വീഡിയോ ഇടണം, അതായത് ഈ സ്ഥലത്തെ പറ്റി ഒരു വീഡിയോ ഇടണം എന്ന് ആലോചിച്ചിട്ട് കുറെ കാലമായിട്ടോ. കാരണം ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സ്ഥലമാണ് ഗൈസ് നമ്മളിപ്പോ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വടാട്ടുപാറ റൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ വടാട്ടുപാറയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴി കണ്ടത് എനിക്ക് എന്ത് തോന്നുന്നു, 2 സൈഡിലും കാട്, നല്ല കിടിലൻ വഴി എന്ന് പറഞ്ഞാൽ കിടക്കാച്ചി വഴി, നല്ല രസം നമുക്ക് ഓടിക്കാനായിട്ട്. അതായത് നമ്മളെന്താ പറയാ, ഒരു വാൽപ്പാറ പൊള്ളാച്ചി, സത്യം പറഞ്ഞ വാൽപ്പാറ പൊള്ളാച്ചി ഈ മാസം പോകാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഒരു വലിയ രീതിയിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കുറെ പാട്ടായിട്ടൊക്കെ അടിപൊളി നല്ല രീതിയിൽ മേക്ക് ചെയ്തൊക്കെ വീഡിയോ ഇടണം എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഗൈസ്. പക്ഷെ എന്റെ തിരക്കും നമ്മുടെ സ്ഥിതികളും കൊണ്ട് സാമ്പത്തികമായി കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ തിരക്ക് ഭയങ്കര ബിസി ആയിപ്പോയി മാസം, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഈ പോകുന്ന ഈ ചെക്ക് പോസ്റ്റ് കയറിയില്ല. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും ആനേനെയോ അല്ലെങ്കിൽ മയില്, മ്ലാവ്, ഇങ്ങനെയുള്ള കാട്ടമൃഗങ്ങളെ നമ്മൾ ഏത് നിമിഷവും വേണം കാണാൻ സാധിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒരു കാട്ടുകൂടെയാണ്, ഡീപ്പ് ഫോറസ്റ്റ് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ചെന്നെത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി ഈ സ്ഥലം തീരുവാണ്. അതായത് ഇടമലയാർ ഡാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടില്ലാത്തവർ കേട്ടോളൂ. ഇടമലയാർ ഡാം എന്ന് പറഞ്ഞൊരു ഏരിയ ഈ പോകുന്ന വഴിക്കുണ്ട്, ഒരു ഡാമാണ്. അങ്ങോട്ടൊന്നും നമുക്ക് തന്നെ കയറി പോകാനൊന്നും പറ്റത്തില്ല. അവിടെ എല്ലാം ഫോറസ്റ്റിന്റെ ആർമിക്കാരെയൊക്കെ നിർത്തി അവരെല്ലാം നോക്കി നിൽപ്പുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അവിടെ കിടത്തി കൊടുത്തില്ല. സോ അവിടെ കുറച്ച് ആദിവാസികൾ, അതായത് അങ്ങനത്തെ വിഭാഗം ആളുകൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായ വഴി കൂടെ ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം പോകാനായിട്ട്. കാര്യം എന്താ പറയുക, ആനയാണ്, ആനയല്ല, റോഡ് പണിയാട്ടോ. കാരണം ഈ സ്ഥലത്തൊക്കെ എപ്പോ വേണമെങ്കിൽ ആന ഇറങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മളിപ്പോ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ട് നമ്മുടെ ആനയുണ്ട്, സൂക്ഷിച്ച് പോവാന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു, അതായത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഒത്തിരി നാളെ ഞാൻ ഇവിടെ ഈ റോട്ടിൽ കൂടെ പോയി. ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, വടാട്ടുപാറ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞു. അപ്പൊ ആ വാട്ടർഫോൾസിൽ ഞാൻ ഇടയ്ക്കെല്ലാം പോകാറുണ്ട്. അപ്പൊ അവിടെ പോകുമ്പോ എല്ലാം ഒന്നല്ലേ ക്യാമറ എടുത്തിട്ടുണ്ടാവില്ല, ഒന്നല്ലേ മഴയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു മൂടുണ്ടാവില്ല ഒരു വീഡിയോ ചെയ്യാനായിട്ട്. സോ അപ്പൊ ഇപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു മൂഡിൽ അങ്ങോട്ട് നമുക്ക് ചെയ്തു പോകാന്ന് വിചാരിച്ചു. ഏതായാലും ചെയ്യാറുണ്ട്. കുറച്ചു കാലം കൂടെ ചിലപ്പോൾ കോതമംഗലം ഭാഗത്തുണ്ടാവുള്ളൂ. അപ്പൊ ഈ ഭാഗത്തുള്ളപ്പോ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു മച്ചന്മാരെ. കാരണം 2 തേക്കിന്റെ തടികളുണ്ടോ ഈ സൈഡിലൊക്കെ നിൽക്കുന്നത്. ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ചെറിയ ചെറിയ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഇച്ചിരി ഡേഞ്ചർ ആണ്. ഇതുണ്ട് ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചോ, എലിഫന്റ് ക്രോസിംഗ് ഏരിയ, ഡ്രൈവ് സ്ലോലി, മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ഇതിൽക്കൂടെ ഉള്ളിക്കൂടെ ഒക്കെ സത്യം പറയാൻ നമ്മുടെ പൈറോയിലൂടെ വേണേ പോകാം. പക്ഷെ ഉള്ളിക്കൂടെ ഒക്കെ ചെറിയ വഴികളുണ്ട്. പക്ഷെ അങ്ങോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആകെ ഫീലാക്കും. കുട്ടുമാര് നല്ല ഫൈനും തരും, ചിലപ്പോൾ വണ്ടിയൊക്കെ പിടിച്ചെടുത്തോണ്ട് പോകും. ഇത്ര നല്ല വഴിയും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല വടാട്ടുപാറ റൂട്ടിൽ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നല്ല വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ഈ സൈഡിലൊക്കെ എന്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയ കുറെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ താമസിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. സോ അവരൊക്കെ പറയുന്നത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആന ഇറങ്ങുന്നതാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ ഒരു ദിവസം വന്ന് നിന്നപ്പോ ഇവിടെ ഭയങ്കര ഡേഞ്ചർ ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കുറെ പേര് വന്ന് പേടിപ്പിച്ചായിരുന്നു. പിന്നെ അതെങ്ങനെ ഈ ആനച്ചൂർ എന്ന് പറയാം. അതായത് ഈ ആനയ്ക്ക് ഒരു സ്മെല്ലുണ്ട്. ആ സ്മെല്ലൊക്കെ നമുക്ക് ഇവിടെ എന്താ സ്മെല്ല് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോ മാസ്ക് വെച്ച് നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നില്ല. സോ കാടൊക്കെ നോക്കിയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലേക്കൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ട് എന്തോ ഒരു ഭീകരത നിറഞ്ഞൊരു അന്തരീക്ഷം നോക്കാം. പക്ഷെ കാണാൻ ഭയങ്കര രസമാണോ. ബസ് അവിടെ നിർത്തിയില്ല. ഈ ബസ്സിനകത്ത് മൊത്തം ആൾക്കാരാണ്. നമ്മളെ പോരെന്ന് പറഞ്ഞ സ്ലോ അടിച്ച് പോയി കഴിയുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ, ഓടി തീരും, പെട്ടെന്ന് സ്ഥലം തീരും. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വൈകി പോയിട്ടുണ്ട്. ഇതൊരു ഫോറസ്റ്റ് സ്റ്റേഷൻ ആണോ, ഇതുണ്ടോ ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഏതെല്ലാം വണ്ടിയില്ല, ഓട്ടോയ്ക്ക് ഒന്ന് കയറി പോകാല്ലേ. അതെ അതെ ഇതിങ്ങനെ ഫ്രണ്ടിൽ പോകുന്ന, ഞാൻ ബാക്കിൽ പോകുന്ന ഫ്രണ്ട്. ഇപ്പൊ ആനപ്പിണ്ടം അല്ല, അത് കുറച്ച് അത് മറ്റേ പശുവിന്റെ പിണ്ടമാണ്. പിണ്ടല്ല, പിണ്ടം സോറി, പശുവിന്റെ ചാണകമാണ്. ഇവിടെയൊക്കെ ഒരുപാട് വഴികളുണ്ട് ഇങ്ങനെ പോകാനായിട്ട്. കണ്ടോ നല്ല രസം, വെച്ച് സ്പീഡ് പോകും. അപ്പൊ സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ വടാട്ടുപാറയിലേക്കുള്ള ഒരു എൻട്രൻസ് വരും കേട്ടോ, നമ്മൾ കാണിച്ചു തരാം.
ഒത്തിരി ദൂരമില്ല ഇവിടെ നിന്ന് പോകാനായിട്ട്. ബസ് ഏതായാലും ഫ്രണ്ടിൽ പോകുന്ന ആവശ്യം പോട്ടെ. ഞാൻ ഇടമലയാറ് ഡാമിലേക്ക് പോകുന്ന വഴി നിങ്ങളെ കാണിച്ചു തരാം. ഇതൊക്കെ റയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനത്തെ ചില കാഴ്ചകളൊക്കെ നമ്മുടെ വീഡിയോസിൽ മാത്രമാണ് ചില റയർ പ്ലേസസ്. കണ്ടോ, ഈ നേരെ പോകുന്നുണ്ടോ, ആനകളെ കല്ലെറിയോ പ്രലോഭിപ്പിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണ്. കാരണം ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം മറ്റേ എന്താ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഡാമില്ല, ആ ഡാമിന്റെ അങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ. സോ നമ്മളേതായാലും അങ്ങോട്ട് പോകുന്നില്ല, വെറുതെ ഫോറസ്റ്റുകാരെ വായിക്കുന്നതാണ്. നമുക്ക് വാടാട്ടുപാറ വാട്ടർഫോൾസിൽ പോകാം. ഈ വഴിയൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്നവര് നമുക്ക് ഒരു കിടിലും വൈബുണ്ട്. സത്യം പറഞ്ഞാൽ രണ്ടും അപ്പുറം ഇപ്പുറം പറയും. കാരണം അപ്പുറം കുറച്ച് വീടുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ കുഴപ്പമില്ല. ഇപ്പൊ ഒരു 2-3 മിനിറ്റായിട്ട് നമുക്കൊരു വീട് പോലും കാണാൻ സാധിച്ചിട്ടില്ല. ആകെ പോകുന്ന 1-2 വണ്ടികളാണ്. പിന്നെ ഇവിടെ ആന ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ആൾക്കാർ പറയും. കാരണം അവർക്ക് ഇൻഫർമേഷൻ കിട്ടും. അവര് പറയും അവര് ആന ഇറങ്ങിയിട്ടുണ്ടാകും, ഇപ്പൊ പോകണ്ട, അല്ലെങ്കിൽ സൂക്ഷിച്ച് പോകണം, അല്ലെങ്കിൽ ആ ഹെവി ആയിട്ട് ആന എന്തെങ്കിലും അപകട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ആന നിൽക്കുന്നതെങ്കിൽ നമ്മുടെ അടുത്ത് പറയും നിങ്ങൾ പോകരുത്, ഇപ്പൊ അപകടമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവർ തിരിച്ചു വരുന്നത്. ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്ന കാരണം വടാട്ടുപാറയുടെ ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒത്തിരി റെസ്ട്രിക്ഷൻ ഉള്ള ഒരു ഏരിയ ആണ് സത്യം പറഞ്ഞത്. ഇത് നമ്മുടെ വയനാട്ടിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു സ്ഥലമാണ് സത്യം പറഞ്ഞ ഈ ഒരു സ്ഥലം. ഇച്ചിരിയോടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈബ് ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഈ ബസ് ഇങ്ങനെ പോകുന്ന ഒരു വൈബ് കിട്ടാൻ നമുക്ക് നിർത്തിപ്പോ ഇതൊക്കെ നിർത്താൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. കാര്യം വേറെ സീനൊന്നും ഇല്ലെങ്കിലും ചേർത്ത് ചെല്ലുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. കാരണം ആന അകത്തേക്ക് കയറി വരാതിരിക്കാനും അതായത് നമ്മുടെ റോഡിലേക്ക് ഇറങ്ങി വരാതിരിക്കാനൊക്കെ ആയിട്ട് ഓരോ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കിടില വൈബല്ലേ ഗൈസ് സത്യം പറഞ്ഞാൽ. നമുക്ക് ഡേഞ്ചറസ് ഗേൾസ് ഞങ്ങൾ സ്പേസൊക്കെ പോകുന്നത് കണ്ടു ആനയല്ല, പക്ഷെ പശുവാണ്. റോട്ടിൽ കൂടെ മേയാൻ പറ്റേക്കുവാണ്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ മൂന്നാറിലൊക്കെ ഇങ്ങനെ കാണാം ആനകളല്ല, ഈ പശുക്കൾ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുന്നേ. ഇവിടെ തമിഴ്നാട്ടിൽ തന്നെ സെറ്റപ്പ് മട്ടം കിടക്കും. നമുക്ക് വേഗം പോകാം ഇതിന്റെ കൂടെ കുമ്പരടിക്ക്. കാരണം ബസ് ഉണ്ടോ, ബസ്സും പയ്യെ പോകുന്നത്. കാരണം എന്തെങ്കിലും മൃഗങ്ങളോ എന്തെങ്കിലും സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ സീനാവും. അതുകൊണ്ട് ഇടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പിടിപ്പിച്ച ഭയങ്കര കുറ്റകരമാട്ടോ. അങ്ങനെയൊക്കെ ഇടിപ്പിച്ചെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നേരെ സ്റ്റേഷനിൽ വീട് എടുത്താൽ മതി. നമ്മളായിട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോ രാത്രി പോകുന്നവർക്ക് എന്തെങ്കിലും മാന മ്ലാവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആനയൊക്കെ വണ്ടി ഇടിച്ചിടാൻ പറ്റില്ല. മാന മ്ലാവോ ഒക്കെ എന്തെങ്കിലും റോട്ടിൽ നിന്ന് നമ്മൾ അതിനെ ഇടിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും കേട്ടോ. ഫോറസ്റ്റുകാർ അറിയും. പിന്നെ അങ്ങനെ ചിലർ പണ്ടൊക്കെ ഇങ്ങനെ ഇടിച്ചിട്ടിട്ട് കാറിന്റെ ഡിക്കിയിലൊക്കെ ആയിട്ട് കൊണ്ടുപോകും. പക്ഷെ ഫോറസ്റ്റുകാർ എങ്ങനെ ഒരു കെച്ചിട്ട് പിടിച്ചാൽ പിന്നെ നേരെ അകത്താ, വേറെ ഒന്നും ആലോചിക്കില്ല. നോക്കിക്ക് ഇവിടെ രാത്രി വന്ന് നിൽക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ചു ഗൈസ്. ചിന്തിക്കാൻ കൂടി പാടില്ല അങ്ങനെയൊന്നും. എന്താത് നല്ല സൂപ്പർ കാലത്ത് ഇവിടെ മഴ വന്ന എന്നാ രസമാണെന്ന് അറിയോ, ഭയങ്കര രസം മഴ. ഞങ്ങളൊരു ദിവസം വടാട്ടുപാറ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് തിരിച്ചു കൊണ്ടുപോയപ്പോ ഭയങ്കര മഴ. ഈ മഴയത്താണെങ്കിൽ നമുക്ക് ഒരു ടൈം കഴിഞ്ഞ് നമുക്ക് ഭയങ്കര റിസ്ക് കൂടെ ഇതേതുണ്ട്, ചെറിയൊരു വഴി പോകുന്നുണ്ടോ. അപ്പൊ ചെറിയ റിസ്ക് ഉണ്ട് രാത്രി വരില്ല. അപ്പൊ രാത്രി ആകുന്നതിന് എങ്ങനെയൊന്നും വന്നാലും മഴയത്ത് നനഞ്ഞു. പക്ഷെ ആ നനഞ്ഞെങ്കിൽ പോലും ഭയങ്കര കിടിലൻ രസമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഇടമലയാർ അല്ലെങ്കിൽ വടാട്ടുപാറ റൂട്ട് എന്ന് പറഞ്ഞാൽ. ബസ്സിന്റെ പുറകിൽ എഴുതി വെച്ചാണോ വടാട്ടുപാറ റൂട്ട് എന്നും പറഞ്ഞ വടാട്ടുപാറ എന്ന് പറഞ്ഞാൽ ബസ്സിന്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വണ്ടി നിർത്താനുള്ള സ്ഥലമുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നിർത്തി കഴിഞ്ഞാൽ എന്തൊക്കെ കാട്ടിലുണ്ടാവും നമുക്ക് പറയാം, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാടിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്. ഇവിടെ ഫോറസ്റ്റുകാർ പറയുന്നത് തന്നെ ആനയുണ്ട് പുലിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പുലിനെ കണ്ടുപോയി മന വരും തലമുറക്കായി കാത്തു സൂക്ഷിക്കുക. അതായത് നമ്മൾ വനത്തിക്കടെ പോകുമ്പോൾ കണ്ട കുത്തിയോ അല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ എറിഞ്ഞിടരുത്. പരമാവധി അങ്ങനെ എനിക്ക് തോന്നുന്നു വേറെക്കുറെ ആൾക്കാർ അങ്ങനെ ഇടാറില്ലാന്ന് തോന്നുന്നു. ചിലര് കണ്ടിട്ട് അവർ തന്നെ ഇടും. ഏതായാലും അതുണ്ട് ഇതുണ്ട് മേടിക്കണ്ടോ ഇതേ സാധനം കേട്ടോ. ആ സാധനം ഇത്തരം തന്നെ ആന ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കുക. 2 കൈകളുണ്ട് റോഡിലേക്ക് ആന ഇറങ്ങാതിരിക്കുന്നുണ്ട്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി ആനകളുണ്ട് എന്നാണ് അതിന്റെ ഒരു അർത്ഥം. ഒരു 2 ചേട്ടന്മാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ലാന്ന്. പക്ഷെ ഇവിടെ കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതുണ്ട് ഇങ്ങനെ തിരിച്ച് വേലി ഇങ്ങനെ കെട്ടിയേക്കോ കേട്ടോ. താഴേന്നോട്ട് ഇങ്ങനെ വേലി കെട്ടിയേക്കോ. ആരെങ്കിലും കാരണം ഇങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപകടമാണ് എന്നാണ് അർത്ഥം. അത് കൂടുതൽ ഒന്നും അർത്ഥമില്ല. നല്ല അപകടം ഉണ്ടെന്നാണ് അർത്ഥം. ആന ഈ സമയത്താണെങ്കിൽ ഇവിടെ ക്രോസ് ചെയ്യാം. പക്ഷെ ഈ ഇതുള്ളതുകൊണ്ട് ആന ഇവിടെ ക്രോസ് ചെയ്തിട്ടില്ല. അത്ര ഭാഗത്തില്ല കേട്ടോ. അവിടുന്ന് ആനകൾ വരാൻ ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും എനിക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്രൈസ്. ഫോറസ്റ്റ്, മൗണ്ടൻസ് അല്ലെങ്കിൽ എന്താ പറയുക കുന്ന്, മല, ഓഫ് റോഡ്സ് ഒക്കെ ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഓരോ എക്സ്പൾസ് എടുക്കണമെന്നൊക്കെ ഭയങ്കര കൊതിയുണ്ട്. പക്ഷേ ആ എക്സ്പൾസ് എടുത്ത് നമുക്ക് ഒരുപാട് ക്രൈസി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാം. ഞാൻ നിങ്ങൾ വേറൊരു ഇടുക്കിയിലൊരു രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടായിരുന്നു. ആ വ്ലോഗിൽ എനിക്ക് എക്സ്പെൻസ് വന്നു. സത്യം പറയാം എനിക്കൊന്നും യൂട്യൂബിൽ കിട്ടുന്നൊന്നുമില്ല. എന്നാലും എന്തൊരു വൈബ് ഇതിനകത്ത് കിട്ടുന്നില്ല. എന്നാലും എനിക്ക് എക്സ്പെൻസ് വന്നു, നല്ല എക്സ്പെൻസ് ഉണ്ട്. കാരണം വണ്ടിക്ക് നല്ല പണി വന്നു, ഒരു രക്ഷയില്ലാത്ത പണി വന്നു. കാരണം എന്താ വെച്ചാൽ അത് കയറാൻ ഒരു കുഴപ്പമില്ലാത്ത വണ്ടി ആയിരുന്നു.
ഒരു പോയിന്റ് ഒന്നും കുഴപ്പമില്ല, അത് പോയി പോയിട്ട് ഇവിടെ കരിപ്പണം മൊത്തം പണി. പക്ഷെ ഞാൻ ഫുള്ള് പണിത് കേട്ടോ, എന്റെ പുതുമ വെച്ചിട്ടാണ് ഞാൻ പണി ഒഴിവാക്കി. അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ആണ് നമ്മുടെ സ്വന്തം. ഒന്നിച്ചിട്ടില്ല എന്നാലും ഇതുണ്ടോ ഈ റോട്ടിൽ കൂടെ പോകണം. അപ്പൊ ഞാൻ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് എത്ര നേരം റോട്ടിൽ കൂടെ നിന്ന് നമുക്കത് കാണുന്ന ചെറിയൊരു അഡ്വഞ്ചർ ആലിറ്റി ടീം ചെയ്തിട്ട് വേണം അവിടത്തേക്ക് പോകാനായിട്ട്. ഇവിടെ അകത്തേക്ക് കയറി പോകാനായിട്ട് ഏതായാലും കയറിപ്പോ ചെളി ഏതായാലും പറ്റും, ഏതായാലും കഴിവുണ്ടോ ഏതായാലും കൂട്ടുകാരോട് ഇവിടെ നമ്മളിങ്ങനെ സ്കീമായിട്ട് പോകണം കേട്ടോ. വെളുപ്പിടെ ഇഷ്ടംപോലെ പ്രവണമാണെന്ന് പറഞ്ഞ വഴികളുണ്ട്. എഴുന്നേറ്റ് സ്കീമിൽ പോകാം. ഇതൊക്കെ വടാത്തുപാറ വീട്ട് തന്നെയാണ്. എന്തോ സംഭവിച്ചു. എനിക്ക് ക്രൈസി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ എക്സ്പോസ് ഉണ്ടെങ്കിൽ ചാടിച്ച് ചാടിച്ചാൽ പോട്ടെ, വൈബായിട്ട് ചാടിച്ച് ചാടിച്ച് പോകാം. പക്ഷെ നമുക്ക് ഫൈറോയും നമുക്ക് റോഡ് എന്താ പറയുക, നമുക്ക് ഇതിക്കൂടെ അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ റോഡിലൊക്കെ ഇറക്കുന്നുണ്ട് ഒരു സൗണ്ട് വ്യത്യാസം കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഉള്ള കാര്യം പറയില്ല, എന്റെ വണ്ടി എപ്പോഴും നന്നായിട്ട് ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര വെറുപ്പുണ്ടാവും. എന്നോട് എല്ലാവരും ചോദിച്ചു ഒരു പണിയാണല്ലേ, എന്തോരം പണിയല്ല എന്ന് പറഞ്ഞാൽ വണ്ടിപ്പണി ഉണ്ട്. പണി ഇല്ലാത്തോണ്ടല്ല ഈ മാസം ഒത്തിരി പണി വന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതിന്റെ ഒരു വീഡിയോ ഒരു ബ്രോ ഇടാൻ പറഞ്ഞിട്ട് എന്നെ ഒന്നല്ല കുറെ പേര് ചോദിക്കുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ. കാരണം വലിയ വ്യൂസ് ഒന്നും ഇല്ല, എന്നാൽ കണ്ടവർക്ക് ആവശ്യക്കാരും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പറ്റിയിട്ടില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ എന്റെ ലിവർ പ്രൊട്ടക്ടർ ഞാൻ ഊരി വെച്ചിട്ട് എഫ് സിയുടെ കയറ്റിയിട്ട് അവിടെ നോക്കിയിട്ടാണ് എഫ് സിയുടെ ഇതിന്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒന്നാമത്തെ കേസ് വ്യൂവേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ ഭയങ്കര മടിയാണ് സത്യം പറഞ്ഞു. പിന്നെ ചില വീഡിയോസ് നല്ല വ്യൂസും കിട്ടും. എന്തെങ്കിലും ആവട്ടെ, ആരും ഇല്ലടാ വാടാത്ത പോയിട്ട്. പൊളി പൊളി. ഇതുണ്ടോ, ഇതാണ് സത്യം പറഞ്ഞ വടാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലം അത്രയാണ്. പക്ഷെ വടാട്ടുപാറയുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലമാണ്. ഇതിൽ കൂടെ നമുക്ക് പാറപ്പുറത്തേക്കടെ ഇങ്ങനെ വണ്ടി കൊണ്ടാവാം, നല്ല രസമാണ് ഇങ്ങനെ നമുക്ക് ഓടിച്ചോണ്ട് പോകാന്. പിന്നെ താഴെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. എല്ലാം ചെറിയ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് എന്ത് ആളായിരുന്നു പറയാം, കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പറായിട്ടുണ്ട് വെള്ളച്ചാട്ടം ഉണ്ടോ, ആ വെള്ളച്ചാട്ടമാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഞാനിവിടെ കഴിഞ്ഞ വർഷം ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ വർഷം ഇതൊരു സീസൺ ആയിരുന്നു. എനിക്കും വന്നു ഒരു വ്ലോഗും കൂടെ ചെയ്യണം തോന്നി. കാരണം അന്ന് ഗോപ്രോ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. ആയിരിക്കും ഞാൻ ഫോണിലായിരുന്നു ചെയ്തത്. ഇപ്പൊ ഗോപ്രോ ഉള്ള കാരണം എനിക്കൊന്നും ചെയ്യണം വരും. പിന്നെ എവിടെ റിവർ ക്രോസിംഗ് ഉണ്ട്, അങ്ങോട്ടൊക്കെ പോവാം. പക്ഷെ ഇത് അണ്ടർവെല്ല് എക്സോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എക്സോസ്റ്റ് അടിയിലായിരിക്കുന്നതുകൊണ്ട് നമ്മൾ കയറി വെള്ളത്തിലെങ്ങനെ നിൽക്കുമ്പോൾ വണ്ടി എങ്ങനെ ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നെ പണിയേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇൻഷുറൻസ് ഇന്ന് തീർന്നു ഞാൻ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഭാഗമാണ്. ഞാൻ എടുക്കൂടെ ഇറക്കാനേ നടക്കണം. എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? ഇറക്കാല്ലേ? കുഴപ്പമില്ലായിരിക്കുമ്പോ സ്റ്റാൻഡ് നടന്നു നോക്കണം. അപ്പൊ അങ്ങോട്ട് പോയപ്പോൾ വലിയ കാര്യമൊന്നുമില്ല, അതാണ് ഏറ്റവും വലിയ സംഭവം. താഴെ കാണുന്ന ചേട്ടൻ ഞാൻ നിങ്ങളെ ഇത് കറക്റ്റ് തിരിച്ചിരിക്കണേ മാറ്റി വെക്കട്ടെ. കാരണം ഫൈറോ ഈസ് മുഖ്യം. നമുക്ക് വേറെ എന്തും സഹിക്കാം, പക്ഷെ ബൈക്കിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മള് ആകെ തീർന്നു പോകും. ഗൈസ് ഉള്ള കാര്യം പറയാലോ. ചെറുക്കൻ ഇവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കില്ല കേട്ടോ. ഇതങ്ങനെ എല്ലാ സ്ഥലത്തും ഇരിക്കത്തില്ലല്ലോ. അതാണ് ഇവന്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്റെ പൊന്നു പോലെ എങ്ങനെ നാശം പിടിക്കില്ല. ഇങ്ങോട്ട് മുന്നിൽ എനിക്കിങ്ങനെ കണ്ട് ചേർന്നിരിക്കുന്ന ഇഷ്ടമല്ല. നേരെ ഇരിക്കും. സെറ്റ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇവിടുത്തെ വൈബ് കാണിച്ചു തരാം. മോന് പവറായിട്ട് അവിടെ ഇരിക്കും. അത് ആരെങ്കിലും ഉണ്ടോ നോക്കാം. നമുക്ക് ഇവിടെ ഒന്ന് ചെറിയ കണ്ടോ, കുറച്ചുപേരൊക്കെ അവിടെ പാറപ്പുറത്ത് ഇരിപ്പുണ്ട്. ഫസ്റ്റിലാണ് ആ ഇരിക്കുന്നൊരു ഡൗട്ടുണ്ട്. അതേ തോന്നുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ അവനെ വിളിച്ചോട്ടെ. ഇത് കണ്ടോ, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇത് താഴെ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ കുറച്ച് പേരുണ്ട്. കഴിഞ്ഞ ദിവസം അത്ര തിരക്കൊന്നുമില്ല. ഓ ഇതെവിടുത്തെ മഞ്ഞും ഇതെവിടുത്തെ കുറച്ച് മഞ്ഞും പിന്നെ മലകളും പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഉള്ള വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ നല്ല രസകരമായിട്ടുണ്ട്.
എൻ്റെ 2 ഫ്രണ്ട്സാണെന്ന് തോന്നുന്നത് അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അവന്മാരെ കോൺടാക്ട് ചെയ്തിട്ട് ബിസിയാണ്. പക്ഷേ ഇതിൽ കൂടെ ചാടി അപ്പുറം എനിക്കൊരു മൂഡില്ല. ഞാൻ റൈഡ് ചെയ്യുക പിന്നെ ഇവിടുത്തെ സ്ഥലം കാണാന്നുള്ളൊരു മൂഡിനാണ് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത്. അത് അവൻ തന്നെയാണല്ലോ ആയിരിക്കുന്നത്. വരാം അത് കൂടെ വരാം ഗൈസ്. അതെൻ്റെ കമ്പനിക്കാരുടെ നമുക്ക് അങ്ങോട്ട് പോയതായാലും ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഗൈസ്. ചേട്ടാ വണ്ടി എങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരുന്നേ? അങ്ങോട്ട് വണ്ടി കൊണ്ടുവരുന്നത് എങ്ങനെയാ? ഇത് കൂടെയാ? അത് കൂടെ വരുന്നോ? ഏതാ വഴി ഏതാ? ഗ്രൗണ്ടിന്റെ അവിടെ നിന്ന് 2 പേര് എടുത്തിന് ആ റൈറ്റിലേക്കുള്ള വഴി വന്നാൽ മതിയോ? ഇനിയിപ്പോൾ ഇതിൽ കൂടെ പോവാം. 2 പേര് താഴെ ഇരിപ്പുണ്ട്, അവരെ കാണാൻ ഇതാണ്. സൂക്ഷിച്ച് വേണം പോകാൻ നോക്കി. വീട്ടിലേക്ക് ഉമ്മാരെ അങ്ങോട്ട് വന്നു. എനിക്ക് തോന്നിയൊരു സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വന്നെ ഗ്രൗണ്ടിൽ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സായിരിക്കും. എനിക്ക് തോന്നി അളിയനായിരിക്കുന്നത്. ഞാൻ നോക്കിയാളിയാ ഈ താടി ഇല്ലെങ്കിൽ ഇത് അളിയനാണ് ഞാൻ ഊട്ടി വരുന്നത്. ഞാനിപ്പോ വീടെടുക്കാൻ വേണ്ടി മൂന്നാറ് പോയിട്ടപ്പോ വന്നേ. നിങ്ങള് പോവാൻ നിൽക്കണോ? അതെന്റെ ഫ്രണ്ട്സ് ആട്ടോ ഗൈസ്. പിന്നെ ഇന്ന് കുളിക്കാൻ വളരെ കുറച്ച് പേരുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരുപാട് പേരുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആൾക്കാർ വന്നതിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ കൊടുക്കാട്ടോ. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിട്ട് എന്തിന്റെ ഇത് വെളിയിലെങ്ങാനും ഉരുണ്ട് പോന്നാ അങ്ങനെ ചിന്തിക്കാൻ ഒരു കാര്യമില്ല. ഏതൊരു മച്ചൻ താഴെ കുളിക്കുന്നുണ്ട് കേട്ടോ. മഴ ആയിട്ട് നന്നായ വെള്ളമാണ് ഗൈസ്. ഇതേ ഭാഗത്തുനിന്ന് വരുന്ന ഇവിടെ കയറി കഴിഞ്ഞാൽ ഉരുണ്ട് താഴത്തോട്ട് പോകട്ടോ. ഇതെവിടെ കയറിയിരുന്നാലും ഉരുണ്ട് താഴത്തോട്ട് പോവാം. ഇതെവിടെയൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ഇതേ കാണുന്ന പ്ലേസ് എല്ലാം. ഇതാണ് നമ്മുടെ വടാട്ടുപാറ വാട്ടർഫോൾസ്. കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ മേളിൽ വന്നിരുന്ന ബ്രോ ഇതിന്റെ മേളിൽ കയറുന്ന ഒരു അഭ്യാസം കാണിക്കുന്നത് ഞാൻ നിങ്ങള് ഓർക്കുന്നുണ്ട്. കുറച്ച് എന്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കൊക്കെ അറിയായിരിക്കും. ആരെങ്കിലും കാണാൻ പറ്റുന്ന വീഡിയോ എന്നാലും കൊള്ളായാലും ഇതാണ് ഇതിന്റെ ഒരു ആശ കേട്ടോ. നോക്കിട്ട് അതേപോലെ അവന്മാരെ കണ്ടോട്ടെ ഞാൻ താഴത്തോട്ട് വന്നു. ഇനി ഏതായാലും കയറി പോവാണ്. തിരിച്ചു പോകുമ്പോഴും നല്ല വിഷ്വലായിരിക്കും സത്യം പറഞ്ഞാൽ. മഴ ഇല്ലെങ്കിൽ, മഴ ഉണ്ടെങ്കിൽ മൊത്തം മോശം. സോ ഗൈസ് ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഗൈസ് വന്നത്. അടുത്ത തവണ കാണാം. ഓക്കെ ടാറ്റാ.